കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൺമണിയുടെ അച്ഛൻ ബാങ്കിലേക്ക് പോകുന്നത് കാണാനിടയാവുകയാണ് ഇപ്പോൾ വരുണും സംഘവും. ഇതോടെ വരുണും കൂട്ടരും ഉടൻ തന്നെ അയാളെ പിന്തുടരുകയും ചെയ്യുന്നു. എവിടേക്കാണ് ശ്രീനിവാസൻ പോകുന്നത്, എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ വിട്ടുകളയാതെ തൻ്റെ കൂട്ടരുമായി പിന്തുടരുകയാണ് ഇപ്പോൾ അവൻ. കാറിൽ മറഞ്ഞിരിക്കാം, അതായിരിക്കും തൽക്കാലത്തേക്ക് നമുക്ക് നല്ലത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ശ്രീനിവാസനെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാകില്ല. എന്തു പറയുന്നു? അത് ശരിയാ, അങ്ങനെ തന്നെ ചെയ്യാം. നമ്മളെ കണ്ട് ഇനി അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ കാര്യവും നടക്കും, ഒരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല. എന്താ, അതുപോലെ അത് മതി, അങ്ങനെ തന്നെ കാര്യങ്ങൾ പോയാൽ മതി. വാ, ദേ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് കാറിൻ്റെ ഡിക്കിയിൽ കയറിയിരിക്കുകയാണ് 3 പേരും. മാത്രവുമല്ല, ബാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ശ്രീനിവാസനെ അവർ ഒളിഞ്ഞു നിന്ന് കാണുകയും ചെയ്യുന്നു. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന അവർ നല്ലൊരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ. ഇതേ സമയം ഇതൊന്നും മനസ്സിലാക്കാതെ ശ്രീനിവാസൻ ബാങ്കിൽ നിന്ന് എടുത്ത പൈസയുമായി പോയിരിക്കുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന വരുണിതോടെ, വട നമുക്ക് ആ പൈസ അയാളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കണം. ഇനി അയാളെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശ്രീനിവാസനെ പിന്തുടരുകയും നല്ലൊരു അവസരം ലഭിച്ചതിനെ തുടർന്ന് ശ്രീനിവാസനെ 3 പേരും ചേർന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു. വയസ്സായ ശ്രീനിവാസന് വരുണിൻ്റെയും കൂട്ടരുടെയും ആക്രമണം പിടിച്ചു നിൽക്കാൻ പറ്റാത്തതായിരുന്നു. വീണു പോവുകയാണ് അയാൾ. ഇതോടെ ശ്രീനിവാസൻ തീർന്നു എന്ന് മനസ്സിലാക്കുന്ന വരുൺ പൈസയുമായി അവിടെ നിന്ന് കടന്നു പോകുന്നു. ഇനി ഈ വിജയം നമ്മുടേതാണ് എന്ന് ഉറപ്പിക്കുകയാണ്. പക്ഷേ ശ്രീനിവാസനാകട്ടെ ആകെ തകർന്നു പോകുന്നു. നഷ്ടപ്പെട്ട പൈസ എങ്ങനെ തിരിച്ചെടുക്കും, എന്തു പറയും ധനലക്ഷ്മിയോടും കൂട്ടരോടും? അവർ ഇതെല്ലാം വിശ്വസിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് മുമ്പിൽ ബാക്കിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതേ സമയം ക്രിഷ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടെ സുജ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജ്യോത്സ്യനെ കാണണം എന്നുള്ള ആവശ്യം മുന്നിലേക്ക് വയ്ക്കുകയാണ്. സാഗറിനും ഈ ആവശ്യം അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ സുജ പറഞ്ഞതുകൊണ്ട് എതിർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ലൊരു ശുഭകാര്യം നടക്കുന്നതിന് മുൻപ് നമ്മൾ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുകയാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ എന്താണ് വിഘ്നങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായ പരിഹാരം അതിനുവേണ്ടി ചെയ്യുകയാണ് എങ്കിൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. എനിക്ക് വയ്യ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ. കൃഷി പറഞ്ഞതിനെ തുടർന്ന്, എൻ്റെ പൊന്ന് കൃഷേ, നീ വാ, തൽക്കാലത്തേക്ക് ഇവിടെ അടുത്തല്ലേ ജ്യോത്സ്യൻ, അയാളെ ഒന്ന് കണ്ട് വിഘ്നങ്ങൾക്ക് പിന്നിലെ കാര്യങ്ങളൊന്ന് നോക്കാം. എന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ അതുമാകാം. എന്തു പറയുന്നു? ആ, നമുക്ക് എങ്കിൽ അങ്ങനെ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഇനി സമാധാനം കിട്ടിയില്ല ഇതിൻ്റെ പേരിൽ എന്ന് വേണ്ട എന്ന് കൃഷും അവസാനം സമ്മതിക്കുകയാണ്. ഇത് കേട്ടതോടെ വളരെയധികം സന്തോഷിക്കുകയാണ് സുജ. എങ്കിൽ വാ, ഇവിടെ ഒരു ജ്യോത്സ്യനുണ്ട്, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നോക്കാം. ഈ വിഘ്നങ്ങളൊക്കെ എന്തോ ഒരു ആപത്തിൻ്റെ ലക്ഷണമാണ്. അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്തില്ല എങ്കിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക. എനിക്ക്
അത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ പേരിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. ഇതോടെ കൃഷും സാഗറും സുജ പറഞ്ഞതനുസരിച്ച് ചെയ്യുകയാണ് കാര്യങ്ങൾ. അമ്മയോടുള്ള ദേഷ്യം പുറമെ കാണിക്കുന്നുണ്ട് എങ്കിലും കൃഷിൻ്റെ മനസ്സിൽ അപ്പോഴും സുജയോട് സ്നേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടെ അവർ എത്തുകയാണ് ജ്യോത്സ്യൻ്റെ മുന്നിൽ. സുജ കാര്യങ്ങൾ മുൻകൈ എടുത്ത് പറയുകയാണ്. വിഘ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് എന്ന് അറിയുന്നില്ല. ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജ്യോത്സ്യൻ കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഇതോടെ എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം എന്ന് സുജ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വിഘ്നങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത്. ഒടുവിൽ പ്രശ്നം വെച്ച് നോക്കുന്ന ജ്യോത്സ്യൻ കൃഷിൻ്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. സ്വന്തം അമ്മയുമായി ഒരു പിണക്കത്തിലാണ് അവൻ, അല്ലേ? ഇത് കേട്ടതോടെ കൃഷിന് മനസ്സിലൊരു വിഷമമുണ്ടാവുകയാണ്. അയാൾ പറഞ്ഞത് ശരി തന്നെയാണ്. അതിനുള്ള പരിഹാരം ഒന്ന് ശരിയാക്കി തന്നിരുന്നെങ്കിൽ എന്ന് അവൻ്റെ മനസ്സും ആഗ്രഹിക്കുന്നു. മാത്രവുമല്ല, ആ കുടുംബത്തിൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വന്ന് സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം. അതെ ജ്യോത്സ്യൻ, ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. അതിനു വേണ്ടി ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നാൽ മതി. ഞങ്ങളത് കൃത്യമായി ചെയ്തു കൊള്ളാം. ഇതോടെ ജ്യോത്സ്യൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാം. അതിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവർ പോകുന്നതിനെ തുടർന്ന് സാഗർ കൃഷിനോട് പറയുകയാണ്, ഈ പ്രശ്നങ്ങളെല്ലാം വീട്ടുന്നതിന് വേണ്ടി നമ്മൾ പോകേണ്ടതോടത്തെല്ലാം പോയേ പറ്റൂ. ഇല്ല, ഞാനൊന്നും വരില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ചിലരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ. സുജിയെക്കുറിച്ചാണ് ഈ കാര്യം പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്ന സാഗർ, നീ അങ്ങനെ വാശി പിടിച്ചിട്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടാകില്ല കൃഷേ. കാര്യങ്ങൾ പ്രശ്നമില്ലാതെ പോകണമെങ്കിൽ ഈ ക്രിയകൾ ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് നീയും ഞങ്ങളുടെ കൂടെ വന്നേ മതിയാകൂ. അതിൽ ഒരു മാറ്റവുമില്ല. നീ വെറുതെ ഓരോ ബലം പിടിച്ചിരുന്നിട്ട് പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ആക്റ്റീവായി മനസ്സിലാക്കി ചെയ്യണം. അല്ലാതെ പഴയ പ്രശ്നങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല കൃഷ്. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ടാണ്. നീ വരണം എന്ന് പറഞ്ഞതോടെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് കൃഷും ഒഴിഞ്ഞു മാറുന്നു. ഇതോടെ സുജയ്ക്ക് സന്തോഷമായിരിക്കുകയാണ്. തൻ്റെ മകനോട് കുറച്ചധികം സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി തനിക്ക് മറ്റൊരു അവസരം ലഭിക്കാൻ പോകുന്നു. ഈ അവസരത്തിൽ അവനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നീക്കങ്ങൾ മാനസ കൊണ്ടുപോകുന്നത്. പുതിയ കമ്പനി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കൃഷിൻ്റെ ശ്രമങ്ങളെപ്പറ്റി അവൾ അറിയാനിടയായതോടെ അത് മുടക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ തുടങ്ങിയിരിക്കുകയാണ് മാനസ. അവൻ അങ്ങനെ വിജയിക്കേണ്ട, ആ കാര്യം ഞാൻ ഉറപ്പിച്ചതാണ്. ഇനി മാനസ വിചാരിക്കുന്നത് പോലെ തന്നെയേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവന് വേണ്ടി പൈസ മുടക്കുന്നത് ആരാണ്? ഇതോടെ അവിടേക്ക് എത്തുകയാണ് രാഹുലിൻ്റെ ഫോട്ടോ. ഇവനാണ് ഇൻവെസ്റ്റർ. ഇവനെ പിടിച്ചാണ് ഇപ്പോൾ പുതിയ കമ്പനിയുടെ കാര്യങ്ങൾ അവൻ പ്ലാൻ ചെയ്യുന്നത്. എങ്കിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഇവനെ നമ്മൾ അവനിൽ നിന്ന് അകറ്റുന്നു. പിന്നെ ഈ രാഹുൽ നമ്മൾ പറഞ്ഞ വഴിക്ക് വരുമോ? അവനെ കൊണ്ടുവരുത്തുക തന്നെ ചെയ്യും. അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
അറിഞ്ഞതനുസരിച്ച് രാഹുലും അതുപോലെ തന്നെ കൃഷും വർഷങ്ങളായുള്ള അടുപ്പമാണ്. കോളേജിലെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ. അതിനെന്താ, ഒരു പെണ്ണ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. രാഹുൽ ഇവനെയൊക്കെ തള്ളിപ്പറഞ്ഞു കൊണ്ടുപോകുന്ന സ്ഥിതി ഞാൻ ഉണ്ടാക്കിത്തരും. രാഹുലിനെ നമ്മുടെ വഴിക്ക് ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു പോവുകയാണ് ഇപ്പോൾ മാനസ. മാത്രവുമല്ല, രാഹുലിനെ തൻ്റെ പ്രേമചതിയിൽ വീഴ്ത്തണമെന്ന് അവൾ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടെ പ്ലാനുകൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അവൾ. രാഹുലിൻ്റെ മുൻപിലേക്ക് മാനസ അപ്രതീക്ഷിതമായി കയറി വരികയും ചെയ്യുന്നു. അല്ല, രാഹുലല്ലേ? ഇത് കേട്ട് ഒന്ന് ഞെട്ടിപ്പോകുന്ന അവൻ, അതെ, ആരാ മനസ്സിലായില്ല? ഞാൻ രാഹുലിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. രാഹുലിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിച്ച് വന്നതാ എന്ന് പറഞ്ഞ് മാനസ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ രാഹുലിനെ. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.